താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ചമ്പന്നൂർ പൂതാംതുരുത്ത് പ്രദേശത്തെ തരിശായി കിടന്നിരുന്ന 100 ഏക്കർ പാടശേഖരത്ത് നെൽകൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായി വിത്തിടൽ നടത്തി. ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മള് വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ചമ്പന്നൂർ ഈ പാടശേഖരത്ത് കൃഷി ഇറക്കുവാൻ. പല പ്രതികൂല സാഹചര്യങ്ങൾ കാരണം പാടത്ത് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. അത് ഈ നാട്ടിലെ എല്ലാ കർഷകരുടെയും പൊതുജനങ്ങളുടെയും ഇച്ഛാശക്തിയും നഗരസഭയുടെ ഒരു നേതൃത്വവും കൂടി ആയപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പാടത്ത് കൃഷി ഇറക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്കമാലി നഗരസഭയിൽ ചെമ്പന്നൂർ പൂതാംതുരുത്ത് പ്രദേശത്ത് 30 വർഷത്തിലേറെ കാലം തരിശുഭൂമിയായി കിടന്നിരുന്ന 100 ഏക്കർ പാടശേഖരത്ത് നെൽകൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായി നടന്ന വിത്തിടൽ പരിപാടി ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിയായി ബന്ധമില്ലാത്ത ആളൊക്കെ ചെയ്യുന്നത് സംസ്ഥാന കൃഷി വകുപ്പിന്റെയും ചെമ്പന്നൂർ പാടശേഖര സമിതിയുടെയും സഹകരണത്തോടെ കുട്ടനാട്ടിലെ കർഷക സംഘവുമായി ഉണ്ടാക്കിയ പാട്ടക്കരാർ അനുസരിച്ചാണ് കൃഷി ഇറക്കുന്നത്. വ്യവസായ മേഖലയിൽ നിന്നും നാളുകളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മലിനജലം മൂലം കൃഷിക്ക് അനുയോജ്യമല്ലാതായി തീർന്ന ഈ പ്രദേശത്തേക്കുള്ള മലിനജലത്തിന്റെ ഒഴുക്ക് നഗരസഭയുടെയും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ശ്രമഫലത്താൽ ഇല്ലാതാക്കി ഈ പ്രദേശം കൃഷിയോഗ്യമാക്കി മാറ്റിയതിനു ശേഷമാണ് കൃഷി ഇറക്കുന്നത്. അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ, വാർഡ് കൌൺസിലർ ഷൈനി മാർട്ടിൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബാസ്റ്റൻ ഡി പാറക്കൽ, ലിസി പോളി, ലെക്സി ജോയ്, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, കൌൺസിലർമാരായ മനു നാരായണൻ, ലില്ലി ജോയ്, സന്ദീപ് ശങ്കർ, പാടശേഖര സമിതി അംഗങ്ങളായ പോൾ ഡേവിസ്, സാജി ജോസഫ്, റിൻസ് ജോസ്, KV മുരളി, അനീഷ് മണവാളൻ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ ദീപ്തി ഓമനക്കുട്ടൻ, എൽദോ തുടങ്ങിയവർ വിത്തിടൽ കർമ്മത്തിൽ പങ്കെടുത്തു.